Good evening. This is Akshaya. I had an all India 227 in the year final year MBBS in AIMS Nagpur. ഇനി നമ്മള് ഇന്നലത്തെ MCQ ഫുൾ സോൾവ് ചെയ്തിരുന്നു ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സില്. ഇനി നമ്മൾ ബാക്കിയുള്ള വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തൊട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി കണ്ടിന്യൂ ചെയ്യാം. എവിടെയാണ് നിർത്തിയത് അവിടെ തൊട്ട്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാണ്. സ്മോളർ lipid soluble molecules diffuse faster through cell membrane, but the movement of hydrophilic substances are facilitated by certain transporters which are chemically, അതായത് ലിപ്പിഡ് സോളുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ വഴി എങ്ങനെയാണോ പോകുന്നത് ആൻഡ് അത് കെമിക്കലി എന്ത് ടൈപ്പ് പ്രോട്ടീൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻസ് ഏത് ടൈപ്പാണ്? അതായത് ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലിപ്പിഡ് സോളുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് വിച്ച് ആർ സ്മോളർ, ചെറിയ ലിപ്പിഡ് സോളുബിൾ, അതായത് ലൈപ്പോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എങ്ങനെ പോകും? നമ്മുടെ അക്രോസ് ദി സെൽ മെംബ്രെയിൻ ഫാസ്റ്റർ ആയിട്ട് ഡിഫ്യൂസ് ചെയ്യും. പക്ഷെ ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ് അഥവാ ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എങ്ങനെ പറയാം, ഹൈഡ്രോഫിലിക് ലൈപ്പോഫോബിക് സബ്സ്റ്റൻസസ് എങ്ങനെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന മൂവ്മെന്റുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ള പ്രോസസ്സ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആരുടെ മൂവ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ്. ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഇതിനെ എന്തിനോട് വിളിക്കാം? ലൈപ്പോഫോബിക്. അതായത് നമുക്കറിയാം ബൈലെയർ ഓഫ് ലിപ്പിഡിന്റെ ബൈലെയർ ആണ് എവിടെ ഉള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. അപ്പോ ആ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയുള്ളതാണ്? ലൈപ്പോഫിലിക് ആണ്. അതായത് ഫാറ്റ് ലവിങ് ആയിട്ടുള്ള ലിപ്പിഡ് ലവിങ് ആയിട്ടുള്ള മോളിക്യൂൾസിന് ഈസിലി കണ്ടക്ട് ചെയ്യും. ബാക്കി ലൈപ്പോഫോബിക് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈസിലി മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ മൂവ് ചെയ്യിപ്പിക്കാൻ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബൈലെയർ എയർ എല്ലാ പ്ലാസ്മ മെംബ്രെയിനും കോമ്പോസിഷനിൽ വരുന്നതാണ്. ആൻഡ് ഈ ബൈലെയർ ലിപ്പിഡ് മെംബ്രെയിനിൽ ഒരു രണ്ട് സ്ട്രക്ചേഴ്സ് കൂടി നമ്മൾ കണ്ടിരുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് എന്ത്? പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസ് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റഗ്രൽ, അതായത് വിത്തിൻ ഉള്ളിൽ ഉള്ള പ്രോട്ടീൻസും ആൻഡ് ദ പെരിഫറൽ പ്രോട്ടീൻസ്. പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പുറത്തായിട്ട് ജസ്റ്റ് പെരിഫറിയിൽ കാണുന്ന പ്രോട്ടീൻസ്. ഇനി കംപ്ലീറ്റ് ബൈലെയറിന്റെ അക്രോസ് കാണുന്നത് ഇന്റഗ്രൽ പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീൻ രണ്ട് ടൈപ്പ്, ഇന്റഗ്രലും പെരിഫറലും. ഇനി ഈ ബൈലെയർ സ്ട്രക്ചർ ലിപ്പിഡിന്റെ ബൈലെയർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ആ അക്രോസ് ദി മെംബ്രെയിൻ മൂവ്മെന്റ് എങ്ങനെയാണ്? ലിപ്പിഡ് സോളുബിൾ ആണെങ്കിൽ ഡിഫ്യൂസ് ഫാസ്റ്റർ. അതും കൂടി ജസ്റ്റ് എഴുതി വെക്കാം. ലിപ്പിഡ് സോളുബിൾ ആണെങ്കിൽ മൂവ് ഫാസ്റ്റർ അക്രോസ് ദി മെംബ്രെയിൻ. ഇനി ലിപ്പിഡ് സോളുബിളിന്റെ കാര്യം പറഞ്ഞു. ഇനി ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ ലൈപ്പോഫോബിക് സബ്സ്റ്റൻസസ് എങ്ങനെയാണ്? ലൈപ്പോഫോബിക് സബ്സ്റ്റൻസസ് നോട്ട് ഏബിൾ ടു പാസ്. അപ്പോ അങ്ങനെയുള്ള മോളിക്യൂൾസിന് എന്താ അണ്ടർഗോ ചെയ്യണം? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഹെൽപ്സ് എന്ന് പറഞ്ഞ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ലൈപ്പോഫോബിക് സബ്സ്റ്റൻസസിന് ഹെൽപ്സ് ദെയർ മൂവ്മെന്റ് അക്രോസ് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് ഏതിന്റെ ഹെൽപ്പോടെയാണ്? നമ്മുടെ ഇന്റഗ്രൽ അല്ലെങ്കിൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസിന് ചില സൈറ്റ്സ് ഉണ്ട്. ഈ സൈറ്റ്സിൽ കൂടിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ
സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അവിടെ ഇന്റഗ്രലും പെരിഫറൽ ആയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ട്. ആൻഡ് അക്രോസ് ദി മെംബ്രെയിൻ നമുക്ക് ഡിഫ്യൂഷൻ എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദി സോലുബിലിറ്റി ഇൻ ദ ലിപ്പിഡ്സ് ഓഫ് ദ മെംബ്രെയിൻ. കാരണം എന്താ, അക്രോസ് ദി മെംബ്രെയിൻ പോകണമെങ്കിൽ അതിനുള്ള മോളിക്യൂൾസും ആയിട്ടുള്ള സോലുബിലിറ്റി നമ്മൾ നോക്കാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ നോക്കി ഡിപ്പെൻഡിങ് ഓൺ ദി സോലുബിലിറ്റി നമ്മുടെ ഡിഫ്യൂഷൻ ഏതൊരു സബ്സ്റ്റൻസിന്റെയും നടക്കുന്നു. ആൻഡ് ലിപ്പിഡ് സോലുബിൾ സബ്സ്റ്റൻസ് ഡിഫ്യൂസ് ഫാസ്റ്റർ ത്രൂ ദി മെംബ്രെയിൻ. അതേസമയം ഹൈഡ്രോഫിലിക് എങ്ങനെയാണ്? നോട്ട് ഏബിൾ ടു പാസ് ത്രൂ ദ മെംബ്രെയിൻ ഈസിലി. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഹാസ് ടു ബി ഫെസിലിറ്റേറ്റഡ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി മെംബ്രെയിൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് പ്രൊവൈഡ് സൈറ്റ്സ് ഫോർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? കെമിക്കലി എന്ത് ടൈപ്പ് ആയിരിക്കും ഈ പ്രോട്ടീൻ, ഈ ട്രാൻസ്പോർട്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ആക്ച്വലി എങ്ങനെയാണ്? വിച്ച് ആർ കെമിക്കലി പ്രോട്ടീൻസ്. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടീൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പിന്നെ പാസീവ് ട്രാൻസ്പോർട്ട് അക്രോസ് എ മെംബ്രെയിൻ, അതായത് അക്രോസ് ദി മെംബ്രെയിൻ നടത്തുന്ന പാസീവ് ട്രാൻസ്പോർട്ടിൽ when two protein molecules move in opposite direction and independent of each other, it is called as. അപ്പോൾ ഇതും എങ്ങനെയാണ്? അക്രോസ് ദ മെംബ്രെയിൻ ഉള്ളൊരു പാസീവ് ടൈപ്പ്, അതായത് വിത്തൗട്ട് എനർജി യൂസ് ചെയ്യുന്നൊരു ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫ്യൂഷൻ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അത് ഏത് തരം ഡിഫ്യൂഷൻ ആണ്? പാസീവും ആയിരിക്കണം, പക്ഷെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസും ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിച്ചു. അതായത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് നടത്തുന്ന ഡിഫ്യൂഷൻ. ആൻഡ് ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്ച്വലി എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാല് താഴെ ഇപ്പൊ പറയാൻ പോകുന്നത് യൂണിപോർട്ട്, സിംപോർട്ട് ആൻഡ് ആന്റിപോർട്ട്. ഇത് 3 ടൈപ്സ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അറിഞ്ഞിരിക്കണം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ടൈപ്സ് ആണ് യൂണിപോർട്ട് ആയാലും സിംപോർട്ട് ആയാലും ആന്റിപോർട്ട് ആയാലും. ഇനി യൂണിപോർട്ട്, ആ പേരിൽ തന്നെ യൂണി, ആ യൂണി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ മോളിക്യൂളിനെ ഒരൊറ്റ ഡിറക്ഷനിൽ കടത്തിവിടുന്ന ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ടൈപ്പാണ് യൂണിപോർട്ട്. ഇനി സിംപോർട്ട് എങ്ങനെയാണ്? സിംപോർട്ട് എന്ന് പറഞ്ഞാല് ഈ സിംപോർട്ടിലും ആന്റിപോർട്ടിലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ആൻഡ് ആ സൈമൾട്ടേനിയസ് മൂവ്മെന്റ് സെയിം ഡിറക്ഷനിൽ ആണെങ്കിൽ സിംപോർട്ട് എന്ന് വിളിക്കും. ഇനി ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആണെങ്കിൽ ആന്റിപോർട്ട് എന്ന് വിളിക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്? പാസീവ് ആക്റ്റീവ് അല്ലാത്തത് എന്ന് മനസ്സിലായി. ഇനി വിത്ത് ദി ഹെൽപ്പ് ഓഫ് 2 പ്രോട്ടീൻ മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീന്റെ ഹെൽപ്പിൽ നടത്തുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ആൻഡ് ഇവിടെ 2 പ്രോട്ടീൻ മോളിക്യൂൾസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ആന്റിപോർട്ട് ആയിരിക്കും. കാരണം എന്താ? 2 ഉണ്ട്. 2 ഉണ്ടെങ്കിൽ ഐദർ സിംപോർട്ട് ആവാം അല്ലെങ്കിൽ ആന്റിപോർട്ട് ആവാം, സൈമൾട്ടേനിയസ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടത്തുന്നത്. ഇനി സെയിം ഡിറക്ഷൻ ആണെങ്കിൽ സിംപോർട്ട് എന്ന് പറയുന്നു, ഓപ്പോസിറ്റ് ആണെങ്കിൽ ആന്റിപോർട്ട് എന്ന് പറയണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആന്റിപോർട്ട്. ആന്റിപോർട്ടിൽ എന്താണ്? കാരിയർ പ്രോട്ടീൻസ് ഉണ്ട് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന് അക്രോസ് ദി മെംബ്രെയിൻ പാസീവ്ലി മൂവ്മെന്റിന് ഇത്തരം പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദീസ് പ്രോട്ടീൻസ് മൂവ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഓൾസോ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആന്റിപോർട്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓസ്മോസിസ് ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ in which water diffuses across the cell membrane. The rate and direction of osmosis depends upon both dash എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓസ്മോസിസ് നമുക്ക് എന്താണെന്നറിയാം? ഡിഫ്യൂഷന്റെ ഒരു വേറെ തരം പേരാണ്. ആൻഡ് ഓസ്മോസിസിൽ ആക്ച്വലി എന്താണ് മൂവ് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് തന്നിരിക്കുക. അത് ഫസ്റ്റ് പോയിന്റ്. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് ഓസ്മോസിസിൽ നടക്കുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇറ്റ് ഓൾവേസ് നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെമി പെർമിബിൾ മെംബ്രെയിൻ. അപ്പോ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ 2 കാര്യം മനസ്സിലാക്കാണ്. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഒന്നാമത്തത് അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത്, തേർഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ മൂവ്മെന്റ് എവിടുന്ന് എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? എങ്ങനെയായിരിക്കും? ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. അതായത് ഫ്രോം എ റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ആണ് ഓസ്മോസിസ് നടക്കുന്നത്. ആൻഡ്
വാട്ടറിന്റെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന്, അതായത് കൂടുതൽ വാട്ടർ ഉള്ള സ്ഥലത്ത് നിന്ന് കുറവ് വാട്ടർ ഉള്ളിടത്തേക്ക് വയ സെമി പെർമിബിൾ മെംബ്രെയിൻ പോകുന്നത്, അഥവാ നമുക്ക് എന്ത് പറയാം, അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ് പാസിഡ്ലി പോകുന്നതിനെ നമുക്ക് ഓസ്മോസിസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് റേറ്റ് ആൻഡ് ഡിറക്ഷൻ ആരിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ആരിന് ഡിപ്പെൻഡ് ചെയ്യും? അതിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെ പ്രഷർ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആൻഡ് പ്രഷർ ഗ്രേഡിയന്റ്. ഇതാണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇൻ വെരി ഷോർട്ട് ആൻസർ ടൈം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫ്ലവറിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു പോട്ടില് നമ്മൾ ഇറിഗേറ്റ് ഒക്കെ ചെയ്തു, ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്തു, ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കുന്നത് യൂറിയ ഇസ് ഓൾസോ ആഡഡ്. വേഗം എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ഇട്ടുകൊണ്ടിരിക്കുന്ന യൂറിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എങ്ങനെയാണ്? നമ്മുടെ ഹൈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈപ്പർടോണിക് ആയിട്ടൊരു സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് യൂറിയ. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, യൂറിയയുടെ സൊല്യൂഷൻ ഉണ്ടാക്കിയായിരിക്കും നമ്മൾ ഇടുന്നത്. ഈ ഇടുന്ന സൊല്യൂഷൻ ഹൈപ്പർടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അപ്പൊ ഇത് ഏത് സിനാരിയോ ആണ് അവർ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ പ്ലാന്റ് സെല്ലിന് ഇൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ത് പറ്റുന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത് ഈ ചാപ്റ്റർ പഠിച്ചിരിക്കുന്ന NCERT വായിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഒരു പ്ലാന്റ് സെൽ ഇട്ടാൽ അതിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഓസ്മോസിസ് സംഭവിക്കും. ഇനി ഈ ഓസ്മോസിസ് എന്ത് ടൈപ്പ് ഓസ്മോസിസ് ആയിരിക്കും? എക്സോസ്മോസിസ് ആയിരിക്കോ എൻഡോസ്മോസിസ് ആയിരിക്കോ? അതായത് ഈ സെല്ലിന് ചുറ്റും ഹൈപ്പർടോണിക് ആണ്. ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ നല്ല സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഫ്രീ വാട്ടർ അല്ലെങ്കിൽ ദ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഇവിടെ കുറവ് തന്നെയാണ് സറൗണ്ടിങ് സൊല്യൂഷനിൽ. അപ്പൊ വാട്ടർ കൂടുതൽ ഇല്ലെടുന്ന് കുറവില്ലെട്ട് ക്രോസ് പ്ലാന്റ് സെല്ലിന്റെ മെംബ്രെയിൻ അവര് പോവും. അപ്പൊ കൂടുതൽ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് ഉള്ളത് വാട്ടർ. അപ്പൊ വാട്ടർ എങ്ങോട്ട് പോവും? പുറത്തോട്ട് പോവും. ആൻഡ് ഇതിന് ഈ പ്ലാന്റ് സെല്ലിന് എന്ത് പറ്റും? ഡീപ്ലാസ്മോലൈസിസ് പറ്റും. അതായത് അതിന്റെ പ്രോട്ടോപ്ലാസം ഷ്രിങ്കേജ് നടക്കും. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓസ്മോസിസ് ആണ്. കുറച്ചും കൂടി സ്പെസിഫിക്കലി പറഞ്ഞാൽ എക്സോസ്മോസിസ്. ഇതാണ് ഇവിടെ ബേസിക്കലി നടക്കുക. ഇനി നമ്മൾ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു യൂറിയ എന്ന് പറയുന്ന ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. ഈ ഹൈപ്പർടോണിക് സൊല്യൂഷന് എങ്ങനെയാണ്? മോർ സൊല്യൂട്ട്സ് ഉണ്ടാവും കമ്പയർഡ് ടു ദി നമ്മുടെ പ്ലാന്റ് സെല്ലിന്. അപ്പൊ വാട്ടർ മൂവ്മെന്റ് എങ്ങോട്ട് നടക്കും? ഫ്രം ദി ഇൻസൈഡ് ഓഫ് ദി സെൽ ടു ദി ഔട്ടർ സൈഡ് ഓഫ് ദി സെൽ. അതിന് നമ്മൾ എക്സോസ്മോസിസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഹൈ എമൗണ്ട് ഓഫ് യൂറിയ സൊല്യൂഷൻ എന്താണ്? ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആയതുകൊണ്ട് എക്സോസ്മോസിസ് നടക്കുന്നു. ഇതേ സാധനം യൂറിയ സൊല്യൂഷന് പകരം എന്ത് ചോദിച്ചിരുന്നെങ്കിൽ, ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയാണ്? വാട്ടർ മൂവ്സ് ഫ്രം ഔട്ട്സൈഡ് ടു ദി ഇൻസൈഡ്. അപ്പൊ നമ്മുടെ സെല്ല് ടേർജ്ഡ് ആയി വന്നതിന് ബിക്കോസ് ഓഫ് എൻഡോസ്മോസിസ്. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? ദിസ് മേ ബി ഡ്യൂ ടു എക്സോസ്മോസിസ്. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എക്സോസ്മോസിസ്. ഇനി ഫിഫ്ത്ത് നോക്കുകയാണെങ്കിൽ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം soil by dry seeds increases dash thus slipping seeds out of the soil. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു എങ്ങനെയാണ് സീഡ് ജെർമിനേഷന്റെ ബേസിക് സ്റ്റെപ്പ് നടക്കുന്നതെന്ന്. ആ ബേസിക് സ്റ്റെപ്പ് നടക്കുന്നതിന് നമ്മൾ ഒരു പേരിട്ട് വിളിച്ചിരുന്നു. എങ്ങനെയാണ്? ഇംബിബിഷൻ എന്ന് വിളിച്ചിരുന്നു. ഇംബിബിഷൻ എന്ന് പറഞ്ഞാൽ ഈ സീഡിന്റെ സർഫസിലേക്ക് നമ്മൾ എന്ത് വലിച്ചെടുക്കുന്നു? സർഫസിലേക്ക് സോയില് ഇല്ല, ഇത് സോയിലാണെന്ന് വിചാരിച്ചാൽ ഈ സോയിലിലെ വാട്ടർ നമ്മൾ വലിച്ചെടുത്തു ടു ദി സർഫസ്, അതായത് സർഫസ് അബ്സോർബ് പോലെ ചെയ്യാണ്. ആൻഡ് ഈ വലിച്ചെടുത്ത സാധനം ഇസ് നോട്ട് ഫോമിങ് എ സൊല്യൂഷൻ. അത് സെപ്പറേറ്റ് വാട്ടർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സീഡ് വലുതായി 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 ഫൈനലി അപ്പൊ ജെർമിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന
ഡാഷ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇൻക്രീസസ് ദ ഇംബിബിഷൻ പ്രഷർ. ഇനി ഇംബിബിഷൻ എന്താണ്? ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ. ആൻഡ് ഈ ഡിഫ്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ ഇസ് അബ്സോർബ്ഡ് ബൈ കൊളോയിഡ്സ് കോസിംഗ് ദം ടു ഇൻക്രീസ് ഇൻ വോളിയം വിത്തൗട്ട് ബിക്കമിങ് എ സൊല്യൂഷൻ. അതും ആ പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ സീഡിന്റെ സെൽ വാളിലുള്ള സെല്ലുലോസ് വാട്ടർ ഇംബൈബ് ചെയ്യുന്നു. ആൻഡ് വാട്ടർ ഇംബൈബ് ചെയ്യുമ്പോൾ അതൊരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. ആ പ്രഷറിനെ നമ്മൾ ഇംബിബിഷൻ പ്രഷർ എന്ന് വിളിക്കും. ഈ പ്രഷർ കാരണം അവരെങ്ങനെ ഫൈനലി സീഡ് കോട്ട് ബ്രേക്ക് ചെയ്ത് ഫൈനലി ജെർമിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതിന്റെ ആൻസർ ഇൻക്രീസസ് ദി ഇംബിബിഷൻ പ്രഷർ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന വാട്ടർ മൂവ്സ് അപ്പ് അഗേൻസ്റ്റ് ഗ്രാവിറ്റി ആൻഡ് ഈവൻ ഫോർ എ ട്രീ ഓഫ് 20 meter ഹൈറ്റ് ദ ടിപ്പ് receives water within 2 hours. This is respond for the water. ഹൈറ്റിലാണ് എന്ത് വലിച്ചെടുക്കുന്നത്? ഓയിലിൽ നിന്ന്, റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു വാട്ടറും ബാക്കിയുള്ള മിനറൽസും. ആൻഡ് ഈ അബ്സോർബ് ചെയ്തത് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ചെയ്യണം എന്തായാലും, എന്നാലേ അതിന്റെ ഏറ്റവും അറ്റത്തെ ടിപ്പിന് പോലും നമ്മുടെ വാട്ടർ കിട്ടാൻ. ഇനി ഇതിന്റെ ബേസിസിൽ ആയിരിക്കുന്ന ഫിസിയോളജിക്കൽ ഫിനോമിനൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ അപ്വേർഡ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി പോണെങ്കിൽ അത് ഏതിന്റെ ബേസിസിൽ ആയിരിക്കണം? അപ്പൊ ആ ബേസിസ് അല്ലെങ്കിൽ ആ തിയറീനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ട്രാൻസ്പിരേഷൻ പുൾ തിയറി നമ്മൾ വിളിച്ചിരുന്നു. അപ്പോ എത്ര വലിയ മരമായാലും അതിന്റെ താഴെ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ വിത്തിൻ മിനിറ്റ്സ് അതിന്റെ ടിപ്പിൽ, ഏറ്റവും മേലത്തെ ടിപ്പിൽ വരെ എത്തണമെങ്കിൽ അതിനെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കണക്കാക്കുന്ന ഫിനോമിനൻ ആണ് ട്രാൻസ്പിരേഷൻ പുൾ തിയറി. ഇനി അക്കോർഡിംഗ് ടു ദിസ് തിയറി എന്ത് പറ്റുന്നു? ട്രാൻസ്പിരേഷൻ സംഭവിക്കുന്നു. അതായത് ട്രാൻസ്പിരേഷൻ എന്നാൽ വാട്ടറിന്റെ ലോസസ് വാട്ടർ വേപ്പർ ത്രൂ ദി ലീവ്സിന്റെ സർഫസ്. ഇനി ലീഫിന്റെ സർഫസിലേക്കുള്ള ട്രാൻസ്പിരേഷൻ നടക്കുന്നു. അപ്പോ ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു മൊമെന്ററി വാട്ടർ ലോസ് സംഭവിക്കുകയാണ്. ആൻഡ് അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഡെവലപ്ഡ് ആവാണ്. അപ്പോ അവിടുത്തെ നമ്മുടെ പ്ലാന്റിന്റെ ഉള്ളിലുള്ള വാട്ടർ കോളം എന്ത് പറ്റും? ദ വാട്ടർ കോളം ഇൻസൈഡ് ദി പ്ലാന്റിന് ഒരു ടെൻഷൻ അനുഭവിക്കപ്പെടുകയാണ്. ആൻഡ് ഈ ടെൻഷനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ട്രാൻസ്പിരേഷൻ പുൾ. ഇനി ഈ ടെൻഷൻ കാരണം നമ്മുടെ ഏറ്റവും താഴത്തുനിന്ന് പോലും ഏറ്റവും ടോപ്പിലേക്ക് ഈ ടെൻഷൻ കാരണം ഒരു വാട്ടർ കോളം പുൾ അപ്പ് ചെയ്യാണ് പാസിവ്ലി. ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് കീവേഡ് എന്ന് പറഞ്ഞാൽ പാസിവ്ലി ഇറ്റ് ഇസ് പുൾഡ് അപ്പ്. ഇനി ടെൻഷൻ ഓഫ് 1 atmosphere is sufficient to pull water to a height of 20 meters. എത്രയായാലും ഈ ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ മിനിമം ഒരു 1 atmospheric പ്രഷർ ഡെവലപ്പ് ചെയ്യണം. ഇനി ഈ 1 atmospheric പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലീവ്സ് ഇവിടുന്ന് വാട്ടർ പതുക്കെ വേപ്പർ ആയിട്ട് പോവാണ്. അപ്പൊ ഇവിടുത്തെ സെൽസിനൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ സെൽസിനൊക്കെ മൊമെന്ററി വാട്ടർ ലോസ് സംഭവിക്കുകയാണ്. അപ്പൊ വാട്ടർ ലോസ് സംഭവിക്കുകയാണ്. ആൻഡ് നമ്മുടെ റൂട്ടിനൊക്കെ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദി സോയിൽ. ഇനി സോയിലിനെ കൊണ്ട് സറൗണ്ടഡ് ആയതിനാൽ അവിടെ എന്തുണ്ടാവും? നമ്മുടെ വാട്ടർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു വാട്ടർ കോളം ഓൾറെഡി ഫോം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വാട്ടർ കോളം ഫോം ചെയ്താണെങ്കിൽ ഇവിടെ ഗ്യാപ്പും കാണുന്നുണ്ട്. അപ്പൊ ഈ ഗ്യാപ്പ് എന്താണ്? നമ്മൾ ആക്ച്വലി സ്ട്രോയില് നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്ന പോലത്തെ ഒരു സക്ഷൻ ക്രിയേറ്റ് ആവുകയാണ് ബിക്കോസ് ഓഫ് ദിസ് ട്രാൻസ്പിരേഷൻ. ഈ ട്രാൻസ്പിരേഷൻ കാരണം ഒരു സക്ഷൻ പോലെ ഡെവലപ്പ് ആവാണ്. ഈ സക്ഷൻ കാരണം പതുക്കെ നമ്മുടെ വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നു അപ്വേർഡ്സ് അഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റി. ഇങ്ങനെ ഇതുകൊണ്ടാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ പുൾ. ആ പുൾ കാരണം ഒരു സക്ഷൻ ഫോഴ്സ് വരുന്നു. ആൻഡ് ആ സക്ഷൻ ഫോഴ്സ് കാരണം പാസിവ്ലി മൂവ്മെന്റ് ഉണ്ടാവാണ് ഫ്രം റൂട്ട് ടു ദി ഏറ്റവും മേലത്തെ ടിപ്പ് വരെ ആ പാസിവ്ലി ഡെവലപ്പ് ആവുന്ന പുള്ള് ഉണ്ടാവുകയാണ്. ആൻഡ് പാസീവ് മൂവ്മെന്റ് ഓഫ് വാട്ടർ സംഭവിക്കുകയാണ്. അങ്ങനെ ടിപ്പിൽ വരെ വെള്ളെത്തുന്നു. ഇതാണ് ഏത് തിയറി പറയുന്നത്? ട്രാൻസ്പിരേഷൻ പുൾ തിയറി. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫിനോമിനൻ ഏതാ നമ്മളിപ്പോ പഠിച്ചു? ട്രാൻസ്പിരേഷൻ പുൾ. ഇനി ഡിസ്കസ് ചെയ്യേണ്ട ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിരിക്കുന്നത് the plant cell cytoplasm surrounded by both cell wall and membrane. നമുക്കറിയാം പ്ലാന്റ് സെല്ലിന് സെൽ വാളും ഉണ്ട്, അതിന്റെ ചുറ്റും ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള സെൽ മെംബ്രെയിനും ഉണ്ട്, അതിന് ചുറ്റും ഇൻഇലാസ്റ്റിക് ആയ റിജിഡ് ആയിട്ടുള്ള സെൽ വാളും ഉണ്ട്. ആൻഡ് ദ specificity of transport of substances are mostly across the cell membrane. അതായത്
എന്തിനെ ഉള്ളിലോട്ട് വിടണം എന്തിനെ ഉള്ളിലോട്ട് വിടണ്ടെന്ന് മോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അക്രോസ് ദി സെൽ മെംബ്രെയിൻ ആണ് ഇത് നടക്കുന്നത്. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പ്ലാന്റ് സെൽ എടുത്തു. പ്ലാന്റ് സെല്ലിന് ഏറ്റവും പുറത്ത് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട് നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ഒരു സെൽ മെംബ്രെയിനും ഉണ്ട്. അപ്പോ ഇതിന് എന്ത് ഉള്ളിലോട്ട് വരണം എന്ത് പുറത്തോട്ട് വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ഇസ് സെൽ മെംബ്രെയിൻ. അപ്പോ എന്തായിരിക്കും നിങ്ങൾക്ക് അതിന് ഊഹിക്കാൻ പറ്റുന്ന? സെൽ മെംബ്രെയിൻ ഇസ് ആക്ച്വലി കൺട്രോളിങ് വാട്ട് ഇസ് ഗോയിങ് ഇൻസൈഡ് ആൻഡ് വാട്ട് ഇസ് ഗെറ്റിംഗ് ഔട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് അത്രയും ഒരു കൺട്രോളിങ് ആയിരിക്കില്ല ആര്? നമ്മുടെ സെൽ വാൾ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇസ് ഫ്രീലി പെർമിയബിൾ. അതായത് സ്പെസിഫിസിറ്റി കുറവാണ്. ഏത് മോളിക്യൂൾ വന്നാലും കയറ്റി വിട്ടോളും. ഇതിനെ കയറ്റാം ഇതിനെ കയറ്റണ്ട അങ്ങനെ സ്പെസിഫിസിറ്റിയോ അങ്ങനെ കൺട്രോളിങ് നേച്ചറോ ആയിരിക്കില്ല നമ്മുടെ സെൽ വാളിനില്ല. പക്ഷെ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയാണ്? ഇറ്റ് ഇസ് സിലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്റ്റീവ്ലി പെർമിയബിൾ. അതായത് സെലക്റ്റീവ് പെർമിയബിലിറ്റി കാണിക്കുന്നുണ്ട്. കാരണം എന്താ? അവര് സെലക്ടഡ് മോളിക്യൂൾസിനെ ഉള്ളിലോട്ടും പുറത്തോട്ടും ഒക്കെ അലൗ ചെയ്യുള്ളൂ. അപ്പോ വെൽ കൺട്രോളിംഗ് ആണ്, ഹൈ സ്പെസിഫിസിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം റീസൺ കൊണ്ടാണ് എന്ത്? മോസ്റ്റ്ലി സ്പെസിഫിസിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ഇസ് ഡിപെൻഡന്റ് ഓൺ ഹൗ ദി പ്ലാസ്മ മെംബ്രെയിൻ ഇസ്. ആൻഡ് ഈ ലിപ്പിഡ് ബൈലെയർ ഇവിടെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലിപ്പിഡ് ഇവിടെ ആക്ച്വലി ക്ലിയർ ആണോ എന്നല്ല, പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഹെഡ് ഉണ്ട്, 2 ടെയിൽ ഉണ്ട്. ഇവിടെയും ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. ആൻഡ് ഈ ടെയിൽ ഫേസിങ് ഈച്ച് അതർ ആൻഡ് ഹെഡ് ഇസ് ഫേസിങ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്സ്. നമുക്കറിയാം ടെയിൽ എങ്ങനെയാണ്? ഹൈഡ്രോഫോബിക് ആണ്. ആൻഡ് ഹെഡ് എങ്ങനെയാണ്? ഹൈഡ്രോഫിലിക് ആണ്. ആൻഡ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ഉള്ളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ. ഇനി ഇതിൽ നമുക്ക് വേറെ എന്തും കൂടി കാണാം. ക്രോസ് ദി ലിപ്പിഡ് ബൈലെയർ ചില പ്രോട്ടീൻസ് കാണാം. ജസ്റ്റ് പുറത്ത് മാത്രം പൊങ്ങി നിൽക്കുന്ന പ്രോട്ടീൻസും കാണാം. ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കുന്ന പ്രോട്ടീൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? പെരിഫറൽ പ്രോട്ടീൻസ്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഹോൾ ബൈലെയർ ലിപ്പിഡിൽ ക്രോസ് നിൽക്കുന്ന ലിപ്പിഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ലിപ്പിഡ് നിൽക്കുന്ന പ്രോട്ടീനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആണ് എങ്ങനെ ടെയിൽ എങ്ങനെയാണ്, ഹെഡ് എങ്ങനെയാണ്, ലിപ്പിഡ് ബൈലെയർ എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ലിപ്പിഡ് ബൈലെയർ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് അതിന്റെ ലിപ്പിഡ് ബൈലെയർ ഒരു ഹൈഡ്രോഫോബിക് നേച്ചർ ഉള്ളതുകൊണ്ട് ആകെ ലിപ്പിഡ് സോൾയുബിൾ മോളിക്യൂൾസ് മാത്രമേ ഈസിലി എങ്ങനെ ഓൺ ഇറ്റ്സ് ഓൺ ഡിഫ്യൂസ് ആവാൻ പറ്റുള്ളൂ. ആൻഡ് നോട്ട് ഹൈഡ്രോഫിലിക് സൊല്യൂട്ട്സ് കൂടി ഇതേ ഏറ്റവും കാണില് എന്തിന് നമ്മുടെ ലൈപ്പോഫിലിക് ഹെഡ് ഉണ്ട്. അതായത് ഹൈഡ്രോഫോബിക് ഹെഡ് ഉണ്ട് അല്ലെങ്കിൽ ലൈപ്പോഫിലിക് ഹെഡ് ഉണ്ട്. അപ്പോൾ ഏതൊരു മോളിക്യൂൾ വരുമ്പോൾ അത് ലൈപ്പോഫിലിക് ആണെങ്കിൽ ഈ ഹെഡ് നേരെ പറയും എന്നാ കയറി വന്നു ഈസിലി ലെറ്റ് ചെയ്യും. പക്ഷെ ഹൈഡ്രോഫോബിക് ആണെങ്കിൽ എങ്ങനെയാണ്? ഹൈഡ്രോഫിലിക് ആണെങ്കിൽ അവർക്ക് എൻട്രി ഇല്ല എന്ന് പറയും. അപ്പൊ നോട്ട് ഹൈഡ്രോഫിലിക് സൊല്യൂട്ട്സ്. ഇനി ഈ മെംബ്രെയിൻ പ്രോട്ടീൻ എങ്ങനെയാണ്? ഓൺലി ചില ഹൈഡ്രോഫിലിക് സൊല്യൂട്ട് മോളിക്യൂൾസിനെ മാത്രമേ ഉള്ളിലോട്ട് കടത്തി വിടുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്ലാസ്മ മെംബ്രെയിനെ സെലക്ടീവ്ലി പെർമിയബിൾ ഇൻ നേച്ചർ എന്ന് വിളിച്ചു. അപ്പോ ഈ സെലക്ടീവ് പെർമിയബിലിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ സ്പെസിഫിസിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസിന് റെസ്പോൺസിബിൾ. ആൻഡ് ഓൾസോ നമ്മുടെ സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇസ് ഫ്രീലി പെർമിയബിൾ. അതേസമയം സെൽ മെംബ്രെയിൻ സെലക്ടീവ്ലി പെർമിയബിൾ ഫോർ സൊല്യൂട്ട്സ്. ഇത്രയാണ് ഈ ക്വസ്റ്റനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സെൽ വാൾ ഫ്രീലി പെർമിയബിൾ ആണ്, പക്ഷേ സെലക്ടീവ്ലി പെർമിയബിലിറ്റി കാണിക്കുന്നതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ. ഇനി എയ്ത്ത് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? C4 പ്ലാന്റ്സിന് C3 പ്ലാന്റ്സിനെ കാട്ടിയും CO2 ഫിക്സ് ചെയ്യുന്നതിന് എഫിഷ്യൻസി ഡബിൾ ആണ് ഓൾമോസ്റ്റ്, അതായത് ട്വൈസ് ആണ്. അതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. C4 പ്ലാന്റ്സ് എത്രയാണ് വാട്ടർ ലൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ദ സെയിം എമൗണ്ട് ഓഫ് CO2 ഫിക്സ്ഡ്. അപ്പൊ നമുക്ക് എന്താ അറിയണം? ഈ എമൗണ്ട് എത്രയാന്ന് അറിയണം. അപ്പൊ എമൗണ്ട് എത്രയാന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? C3 C4 നടക്കുന്നത് എന്താന്ന് അറിയണം. അപ്പൊ എന്താണ് നമുക്ക്
C4 പ്ലാന്റ്സിൽ എന്ത് സംഭവിക്കുന്നു? C4 പ്ലാന്റ്സിന് ആക്ച്വലി ചില കേപ്പബിലിറ്റീസിന്റെ ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിരുന്നു. ആക്ച്വലി അവർ അഡാപ്റ്റ് ചെയ്തു ആൻഡ് അവർക്ക് ഈവൻ വിത്ത് സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റൊമേറ്റ വെച്ച് പോലും ആൻഡ് വിത്തൗട്ട് നമ്മുടെ CO2 പ്രസൻസ് ഇല്ലാണ്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയിട്ട് പോലും ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ CO2 ഫിക്സ് ചെയ്യാനുള്ളൊരു അവസ്ഥേനെ ആൻഡ് സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ലോസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ട്രാൻസ്പിറേഷനും പ്രിവെന്റ് ചെയ്യാണ്. അപ്പോ C4 കാണുന്ന ക്രാൻസ് അനാറ്റമി നമ്മൾ പഠിച്ചതാണ്. അതൊരു സ്പെഷ്യൽ ലീഫ് അനാറ്റമിയാണ്. ആൻഡ് അതില് എന്ത് നടക്കില്ല? അപ്പോ ഫോട്ടോ റെസ്പിറേഷൻ, അതായത് ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് പറയുന്നത് അതാണ് ആക്ച്വലി ഫോട്ടോ റെസ്പിറേഷനിൽ നടക്കുന്നത്. ആ ഓക്സിഡേറ്റീവ് ഡാമേജ് പ്രിവെന്റഡ് ആവാണ്, മേക്കിംഗ് ദെയർ ഫോട്ടോസിന്തസിസ് ട്വൈസ് as efficient as നമ്മുടെ ബാക്കിയുള്ള C3 പ്ലാന്റ്സ്. കാരണം എന്താ? C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കും, പക്ഷെ C4 അത് നടക്കുന്നില്ല. അപ്പോ ഇതിന്റെ വാട്ടർ ലോസിന്റെ എമൗണ്ട് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലൂസസ് ഹാഫ് ആസ് മച്ച് as വാട്ടർ മാത്രമേ ഇവർക്ക് ലൂസ് ആവുന്നുള്ളൂ. അപ്പൊ അതിന് എത്രമാത്രം എഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാം. ഇനി എന്തുകൊണ്ടാണ് വാട്ടർ ലോസ് കുറവെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആയിട്ട് പോലും അവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്. സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആണെങ്കിൽ അത്രയും നേരം നമ്മുടെ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസ് കുറവായിരിക്കും. ഇത്രയാണ് ആ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ്. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ, മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ സൈലം ഇസ് യൂണിഡിറക്ഷണൽ വൈൽ ഇൻ ഫ്ലോയം ഇറ്റ് ഇസ് ബൈ ഡിറക്ഷണൽ. എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ സൈലം, അതായത് വാട്ടറും മിനറൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് യൂണി ഡിറക്ഷൻ ആണ്. ആൻഡ് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? റൂട്ടിൽ നിന്ന് സോയിലിൽ നിന്ന് ഡയറക്ട്ലി വലിച്ചെടുത്ത വാട്ടർ എടുത്ത് മേലോട്ട് ടിപ്പ് വരെയും കൊടുക്കാന്നുള്ളത്. അത് യൂണി ഡിറക്ഷനിലാണ്. പക്ഷെ ഫ്ലോയമില് ഉണ്ടാക്കി വരുന്ന ഫുഡ് നമുക്ക് ആക്ച്വലി അറിയാം, ഫുഡ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ പ്ലാന്റ്സിന്റെ ലീവ്സിലാണ്. അപ്പൊ എല്ലാ ലെവലിലും നമുക്ക് ലീവ്സ് ഉണ്ടാവും. അല്ലാണ്ട് റൂട്ട് പോലെ ഒരു ബേസൽ സ്ട്രക്ചർ അല്ല ലീഫ്. അപ്പൊ ലീഫിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ബൈ ഡിറക്ഷൻ ആയിട്ടാണ് പോകുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് തിങ്, ട്രാൻസ്പോർട്ട്, ഏതൊരു സാധനത്തിന്റെയും ട്രാൻസ്പോർട്ടും ഡിറ്റർമിൻ ചെയ്യുന്ന ഡിറ്റർമിനിങ് ഫാക്ടർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതാണ് കീ പോയിന്റ്. ഡിറ്റർമിനിങ് ഫാക്ടർ ആരാണ്? അപ്പോ ട്രാൻസ്പോർട്ട് ഡിറക്ഷൻ എന്ന് ഞാൻ ആഡ് ചെയ്യാം. ട്രാൻസ്പോർട്ടിന്റെ ഡിറക്ഷൻ ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? എന്താണ്? നമുക്കറിയാം എങ്ങോട്ടേക്കാണ് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് നീഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുന്നത് ആരാണ്, ഈ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്ത്? ഈ ട്രാൻസ്പോർട്ട് എങ്ങോട്ടേക്ക്, ഏത് ഡയറക്ഷനിലേക്ക് ഇന്റൻഡഡ് ആയിട്ട് നടക്കണം എന്നുള്ളത്. അപ്പോ ഡിറ്റർമിൻഡ് ബൈ സിങ്ക് ഓർ ഏരിയ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. ഇപ്പൊ വാട്ടർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ വാട്ടറിന് റിക്വയർഡ് ആയിട്ടുള്ള റീജിയൻ ഏതാണ്, ആ ഡിറ്റർമിനിങ് ഫാക്ടർ ആണ് വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് ഡിറക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇതേപോലെ ഫുഡ് ഫ്ലോയം വഴി ഫുഡാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. സൂക്രോസ് ആണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. സൂക്രോസ് എവിടെയാണ് വേണ്ടത്, അതാണ് അവിടുത്തെ ഡിറ്റർമിനിങ് ഫാക്ടർ ടു ഡിസൈഡ് ഡിറക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈലം എങ്ങനെയായിരിക്കും? സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. അപ്പൊ അതിന് റൂട്ടാണ് ഫസ്റ്റ് വലിച്ചെടുക്കുന്നത് വാട്ടർ ഫ്രം സോയിൽ. ഇനി റൂട്ടിൽ നിന്ന് പോകേണ്ടത് എങ്ങോട്ടേക്കാണ്? നീഡി ആയിട്ടുള്ള സ്ഥലം ആരാണ്? ഷൂട്ടിന്റെ ടിപ്പ് വരെ എത്തിക്കണം. അതേപോലെ ഫ്ലോയം നോക്കുകയാണെങ്കിൽ ഫ്ലോയത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ സൂക്രോസ് ആണ് അവിടുത്തെ സിന്തസൈസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന ഫുഡ്. അപ്പോ സിന്തസൈസ് ചെയ്ത റീജിയൻ, സിന്തസൈസ്ഡ് ഏരിയ എന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ സിന്തസൈസ്ഡ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ടു എങ്ങോട്ടേക്ക് പോകണം? നീഡി അല്ലെങ്കിൽ ടു ബി കൺസ്യൂംഡ് ആയിട്ടുള്ള കൺസംഷന് വേണ്ടി റെഡി ആയിരിക്കുന്ന റീജിയനിലേക്ക് പോകണം. ഇനി സീസൺ അനുസരിച്ച് നോക്കുമ്പോൾ, ഡിഫറെന്റ് സീസൺസ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സോഴ്സും സിങ്കും എങ്ങനെയാണ്? നമ്മുടെ ഡിപ്പെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്ഥലം, സിങ്ക് ആണെങ്കിൽ എവിടേക്കാണ് എത്തേണ്ടത്, ഇത് ഡിപ്പെൻഡബിൾ ആണ് അല്ലെങ്കിൽ വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഫുഡിന്റെ ട്രാൻസ്പോർട്ട് മസ്റ്റ് ബി ബൈ
ബൈഡിറക്ഷണൽ. അതായത് ബൈഡിറക്ഷണൽ എന്ന് പറഞ്ഞാൽ ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. അപ്പോ ഫ്ലോയം എന്ത് കാണിക്കണം? ബൈ ഡിറക്ഷണൽ മൂവ്മെന്റ് കാണിക്കണം. പക്ഷെ സൈൽ എങ്ങനെയാണ്? നമ്മുടെ ഡയറക്റ്റ് റൂട്ടിന്റെ അടുത്ത് ഷൂ ടിപ്പിലേക്ക് കൊടുക്കാണ്. അപ്പൊ റൂട്ടിൽ നിന്ന് എടുക്കാം ആൻഡ് അക്രോസ് ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ത് കൊടുക്കാം? നമ്മുടെ ഷൂ ടിപ്സിലേക്ക് പോവാം. അതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ് യൂണി ഡിറക്ഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഈസി ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത്. അധികം മനസ്സിലാവുന്ന ഒരു പ്രാവശ്യം മനസ്സിലാക്കിയ പിന്നെ മറക്കൂല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ സൊല്യൂഷൻ നോക്കുകയാണെങ്കിലും സൈലം ഫ്ലോ നമ്മളിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ യൂണി ഡിറക്ഷനിലാണ്. ഫ്ലോയും ഫ്ലോ ബൈ ഡിറക്ഷൻ ആണ്. കാരണം എന്താ? സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടറും മിനറൽസും ആണ്. ആൻഡ് ഇതിന്റെ സിന്തസൈസ്ഡ് അല്ലെങ്കിൽ ഫസ്റ്റ് എത്തിയ റീജൻ എങ്ങനെയാണ്? സോയിൽ ആണ്. ഫ്രം സോയിൽ ടു ലീവ്സ് ആണ് ഇത് ബോണ്ട്. പക്ഷെ ഫ്ലോയം എങ്ങനെയാണ്? ഫുഡാണ് സിന്തസൈസ് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് ബാക്കിയുള്ള നീഡി റീജിയൻസിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യേണ്ട റീജിയൻസിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ലീവ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ് വേറെവർ ഇറ്റ് ഇസ് നെസസറി. ഇനി പ്ലാന്റിന്റെ ഗ്രോത്തിന്റെ സമയത്ത് ലീവ്സ് എങ്ങനെയാണ്? ആക്സസ് സോഴ്സ് ഓഫ് ഫുഡ്. കാരണം എന്താ? ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ സ്റ്റോർഡ് ഫുഡ് ആക്ച്വലി ഫസ്റ്റ് വന്ന് ചേരുന്നത്. ആൻഡ് ഈ ഫ്ലോയം എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന്, അതായത് സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക്, അതായത് ഈ റിക്വയറിംഗ് റീജിയനിലേക്ക് അല്ലെങ്കിൽ സ്റ്റോറിംഗ് റീജിയനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ ഫുഡിന്. ഇനി ഡ്യൂറിങ് സ്പ്രിംഗ് ദിസ് പ്രോസസ് ഇസ് റിവേഴ്സ്ഡ്. അതാണ് പറഞ്ഞത് അക്കോർഡിംഗ് ടു സീസണൽ ചേഞ്ചസ് നമ്മുടെ സിങ്കും സോഴ്സും വേരിയബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോ സ്പ്രിങ്ങിന്റെ സമയത്ത് എങ്ങനെയാണ്? ദ പ്രോസസ് ഇസ് റിവേഴ്സ്ഡ് ആസ് ഫുഡ് സ്റ്റോർഡ് ഇൻ ദ സിങ്ക് ഇസ് മൊബിലൈസ്ഡ് ടുവേർഡ് ദി ഗ്രോയിങ് ബഡ് ഓഫ് ദി പ്ലാന്റ് ത്രൂ ഫ്ലോയം. അതായത് സ്പ്രിങ്ങിന്റെ സമയത്ത് കുഞ്ഞു കുഞ്ഞു ബഡിന്റെ ഗ്രോത്ത് ആണ് കൂടുതൽ കാണുക. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ സിങ്കിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഫുഡ് ട്രാൻസ്ലൊക്കേറ്റഡ് ആവാൻ. ദസ് മൂവ്മെന്റ് ഓഫ് ഫുഡ് ഫ്ലോയത്തിൽ എങ്ങനെയാണ്? ബൈ ഡിറക്ഷനിലാണ്. ദാറ്റ് ഇസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഇനി സൈലത്തിലാണെങ്കിൽ അവർക്ക് ഡയറക്ട്ലി റൂട്ട്സ് എടുത്തിട്ട് ഓരോ ഷൂട്ടിന്റെ ടിപ്പിലേക്കും എടുത്തുകൊണ്ട് പോയാൽ മതി ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് സൈലത്തിന്റെ ഗ്രോത്ത് എങ്ങനെയാന്ന് പറയാം? യൂണി ഡിറക്ഷണൽ മൂവ്മെന്റ് ആണ് നമുക്ക് പറയാം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് സൈലത്തിലെ മൂവ്മെന്റ് എങ്ങനെയാണ്? വേരിയസ് മീൻസ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഫ്ലോയത്തിന് എങ്ങനെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് വേണ്ടത്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന സോഴ്സിൽ നിന്നാണ് ഇല്ലാത്തടത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമുക്ക് പറയാം. ആ പോയിന്റും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 10th ക്വസ്റ്റ്യൻ എന്താണ്? പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത് 1, 2 and 3. അപ്പൊ NCERT ഡയഗ്രാം ഇത്. ആൻഡ് ഈ പ്രോസസ്സിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോസസ്സിൽ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതോ ഒരു പ്രോസസ്സിന്, പാസിവ്ലി നടക്കുന്ന ഒരു പ്രോസസ്സിന് 3 ടൈപ്സ് ഉണ്ട്. ആൻഡ് അത് പ്രോട്ടീന്റെ ത്രൂ ആണ് ഫെസിലിറ്റേറ്റഡ് ആവുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതിന് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വിളിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻസും ആണ് ആൻഡ് നടക്കുന്നത് പാസിവ്ലിയും ആണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് ഇന്റഗ്രൽ പ്രോട്ടീൻസും ആവാം, പെരിഫറൽ പ്രോട്ടീൻസും ആവാം. ഇനി ഇതിന്റെ 3 ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്: യൂണിപോഡ്, സിംപോഡ് ആൻഡ് ആന്റിപോഡ്. ഇനി ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ ആൻഡ് മൂവ്സ് ഇൻ എ സിംഗിൾ ഡിറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? യൂണിപോഡ് എന്ന് വിളിച്ചു. ഇനി അതേ സാധനം എങ്ങനെ? 2 മോളിക്യൂൾസ് ഉണ്ട്. 2 മോളിക്യൂൾസ് ആണെങ്കിൽ 2 ഓപ്ഷൻ ആവാനാണ് ചാൻസ്. ഏതൊക്കെ? സിംപോട്ടും ആന്റിപോട്ടും. ഇനി ഇതിൽ സിംപോട്ട് ആണോ ആന്റിപോട്ട് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? നമ്മുടെ ഡിറക്ഷൻ ഓഫ് മൂവ്മെന്റ്. അപ്പോ രണ്ടും ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യുന്നത് സൈമിൾട്ടേനിയസ്ലി എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിച്ചു? ഓപ്പോസിറ്റ് മൂവ്മെന്റ് സൈമിൾട്ടേനിയസ്ലി ആണെങ്കിൽ നമ്മൾ അതിനെ ആന്റിപോട്ട് എന്ന് വിളിച്ചു. ആൻഡ് സെയിം ഡിറക്ഷൻ, അതായത് സെയിം മൂവ്മെന്റ് ആണ്, സെയിം ഡിറക്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ് സൈമിൾട്ടേനിയസ് എങ്കിൽ അതിന് നമ്മൾ സിംപോട്ട് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ 1 എന്തായിരിക്കും? ഒരൊറ്റ ഡിറക്ഷൻ ഒരൊറ്റ മോളിക്യൂൾ മൂവ് ചെയ്യാണ്, അതിന് നമ്മൾ യൂണിപോട്ട് എന്ന് വിളിച്ചു. ഇനി 2 ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ആന്റിപോട്ട് എന്ന് വിളിച്ചു. ആൻഡ് 3 സെയിം ഡിറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്, സൈമിൾട്ടേനിയസ് മൂവ്മെന്റ് ഓഫ് 2 മോളിക്യൂൾസ്. അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? സിംപോട്ട് എന്ന് വിളിച്ചു. ഇത്രയാണ് അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ടൈപ്സ് അറിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
ഒരു 2 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യായിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ടേബിൾ തന്നിട്ടുണ്ട് ആൻഡ് ഫിൽ ഇൻ ദ ഗ്യാപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ്, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, മൂന്നിന്റെയും ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഹൈലി സിലക്റ്റീവ് എന്നാണ് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ഡിഫ്യൂഷനിൽ ഈ ഹൈലി സെലക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം, സിമ്പിൾ ഡിഫ്യൂഷനിൽ ജസ്റ്റ് ഹയർ കോൺസെൻട്രേഷൻ തൊട്ട് ലോവർ കോൺസെൻട്രേഷൻ വരെ സാധനങ്ങൾ ജസ്റ്റ് മൂവ് ആണ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തില് സിലക്ടിവിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കാണിക്കുന്നില്ല. കാരണം എന്താണ്, കൂടുതലാണെങ്കിൽ അത് കുറവുള്ള സ്ഥലത്തേക്ക് പോകും. ഇനി അത് തിരിച്ചും സംഭവിക്കും. അതായത് എവിടെയാണ് കൂടുതൽ അവിടുന്ന് ലോ കോൺസെൻട്രേഷൻ ഡൗൺ ദി ഗ്രേഡിയന്റ് പോകും. അപ്പൊ സെലക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം സിമ്പിൾ ഡിഫ്യൂഷനിൽ ഇല്ല നമുക്ക് പറയാൻ പറ്റും. ഇനി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഹൈലി സെലക്റ്റീവ് ആണ്, യെസ് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഇതിൽ ട്രാൻസ്പോർട്ട് നടക്കുന്ന പ്രോട്ടീൻ ആണ്. ഇപ്പൊ പ്രോട്ടീൻ ആദ്യം ഡിസൈഡ് ചെയ്യണം ഇതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പൊ സിലക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഫാക്ടർ പ്രോട്ടീന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിൽ ഹൈലി സെലക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതേ സാധനം ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എങ്ങനെയാണ്? ഹൈലി സിലക്റ്റീവ് ആണ്, അതും എങ്ങനെയാണ്? യെസ് തന്നെയാണ്. കാരണം എന്താ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റിന്റെ. അപ്പോൾ ഓൾറെഡി അങ്ങനെ എനർജി എല്ലാം എക്സ്പെൻഡിച്ചർ നടത്തി ഓപ്പോസിറ്റ് പോകണമെങ്കിൽ നമ്മളുടെ സെലക്ടിവിറ്റി എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം. ഇനി തേർഡ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് റിക്വയർസ് ATP ആണ്. അപ്പോൾ അതും നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്ത് പറയാൻ പറ്റും? യെസ് എന്ന് പറയാൻ പറ്റും. അതേസമയം സിമ്പിൾ ഡിഫ്യൂഷനിലും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിലും എങ്ങനെയാണ്? ATP ആവശ്യമില്ല. കാരണം രണ്ടും പാസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് വിത്തൗട്ട് റിക്വയറിങ് എനർജി. ഇനി നെക്സ്റ്റ് പോയിന്റ് ചോദിച്ചിരിക്കുന്നത് അപ്ഹിൽ ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ്. ഏതിനൊക്കെ അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്, ഏതിനൊക്കെ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ യെസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വേണമെന്നുള്ളത്. ഇനി സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടും എങ്ങനെയാണ്? അപ്ഹിൽ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? വേണ്ടാത്തവരാണ്. കാരണം എന്താ, നമുക്കറിയാം ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് പോകുന്നെങ്കിൽ നോ അപ്ഹിൽ ട്രാൻസ്പോർട്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആയാലും സിമ്പിൾ ഡിഫ്യൂഷൻ ആയാലും ഏതാണ്? നമ്മുടെ ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് മൂവ് ചെയ്യുക മോളിക്യൂൾസ്. അപ്പോൾ അതിന് അപ്ഹിൽ ട്രാൻസ്പോർട്ട് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് ഈ ടേബിൾ നമുക്ക് മനസ്സിലാവും. ഏതാണ്? സിമ്പിൾ ഡിഫ്യൂഷന് സെലക്ടിവിറ്റിയും ഇല്ല, അപ്ഹിൽ ട്രാൻസ്പോർട്ടും കാണിക്കുന്നില്ല, ഡസന്റ് റിക്വയർ ATP ഓൾസോ. ഇനി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ സെലക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ആൻഡ് അപ്ഹിൽ ട്രാൻസ്പോർട്ടും ATPയും എങ്ങനെയാണ്? ഇല്ല എന്നുള്ളത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ മൂന്നും ഹൈലി സെലക്ടിവിറ്റി ആണ്, ഹൈലി സെലക്റ്റീവും ആണ്, അപ്ഹിൽ ട്രാൻസ്പോർട്ടും കാണിക്കുന്നുണ്ട്, ATP റിക്വയർമെന്റും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് 11th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫൈൻ വാട്ടർ പൊട്ടൻഷ്യൽ ആൻഡ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. അത് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാണ്. വാട്ടർ പൊട്ടൻഷ്യലിന്റെ കോൺസെപ്റ്റ് എന്താന്നുള്ളത്. എന്താണ്? നമ്മുടെ amount of അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ എത്ര വാട്ടർ ഉണ്ട് അത്രയാണ് വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സിസ്റ്റം നമ്മൾ പറയാൻ പറ്റുന്നത്. ആൻഡ് ഈ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് സിസ്റ്റം എങ്ങനെയാണ്? ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യലും വാട്ടർ പൊട്ടൻഷ്യലും ഒക്കെ നമ്മൾ റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്യോർ വാട്ടർ എടുത്തു, ഇതിൽ ജസ്റ്റ് പ്യോർ വാട്ടർ മാത്രമേ ഉള്ളൂ. ആൻഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മൾ ഇതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആണ്. കാരണം എന്താ? പ്യോർ വാട്ടർ ഡസൻ കണ്ടെയ്ൻ എനി സൊല്യൂട്ട്. അതെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0. വാട്ടർ പൊട്ടൻഷ്യൽ ഫോർ പ്യോർ വാട്ടർ 0 ആണ് പറയുന്നത്. അപ്പോ ഇതിനെന്ത് സംഭവിക്കും? ഇതിലേക്ക് നമ്മൾ ഒരു സൊല്യൂട്ട് പോലും ഇട്ടാൽ ഇതിനെന്ത് വരും? ഈ സൊല്യൂട്ട് വാട്ടർ മോളിക്യൂൾസിനോടായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം എങ്ങനെയാവും? ഇവിടെ ഇത്രയും സ്ഥലത്തെ വാട്ടർ മോളിക്യൂൾസ് ബൗണ്ട് ആവും ടു ദ സൊല്യൂട്ട്. അപ്പൊ അവിടുത്തെ കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും? വാട്ടർ മോളിക്യൂൾസിന്റെ ബൗണ്ട് ടു ദി സൊല്യൂട്ട് അതുകൊണ്ട് കുറയും. അപ്പൊ ആ സിസ്റ്റത്തിലെ അത്രയും ഭാഗത്തിലെ വാട്ടർ പൊട്ടൻഷ്യലും കുറയും. ആ കുറയുന്നത് 0 ആണ് മാക്സിമം എങ്കിൽ ഈ കുറയുന്നത് എങ്ങോട്ടായിരിക്കും പോവുക? നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും പോകുന്നത്. ഈ നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എത്ര നെഗറ്റീവ് പോവാം എന്നുള്ളതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്.
ഇനി ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും സൊല്യൂട്ട് പൊട്ടൻഷ്യലും വൺ ആൻഡ് ദി സെയിം തിങ് ആണ്. ആൻഡ് ഈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ എടുത്തു നോക്കിയാൽ ഒരു സൊല്യൂഷന്റെ പൊട്ടൻഷ്യൽ വിച്ച് അലൗസ് വാട്ടർ ടു എൻറ്റർ ദി സൊല്യൂഷൻ ബൈ either ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ്. അതിന്റെ കാരണം എന്താണ്, ആ സൊല്യൂഷനിലേക്ക് കൂടുതൽ വാട്ടർ എൻറ്റർ ചെയ്യണമെങ്കിൽ, വാട്ടറിനെ അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ പുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറ്റണം, അതിൻ്റെ ഉള്ളിൽ സൊല്യൂട്ട് പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ആ കേപ്പബിലിറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വാട്ടർ പൊട്ടൻഷ്യൽ psi W എന്ന് പറയാൻ പറ്റും. അതായത് ഇറ്റ് ഇസ് എ ഡിഫറൻസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ പെർ മോളാർ വോളിയം ഓഫ് വാട്ടർ ഇൻ എ സിസ്റ്റം. ആൻഡ് നമ്മൾ ആരോടാണ് കമ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്യുവർ വാട്ടറിന് നമുക്ക് എങ്ങനെ അറിയാം, സീറോ ആണെന്നറിയാം. ഇതിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എത്രമാത്രം വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു ക്വാണ്ടിറ്റേറ്റീവ് എമൗണ്ടിനെയാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും, സൊല്യൂട്ട് പൊട്ടൻഷ്യലിന് psi s എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദി ഡിക്രീസ്, എത്രയാണ് നെഗറ്റീവിലേക്ക് ഡിക്രീസ് ചെയ്ത് പോകുന്നത് ആ മാഗ്നിറ്റ്യൂഡ്, ഡിക്രീസ് ഇൻ ദി കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്, നമ്മൾ അതിൽ കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമുക്ക് പറയാൻ പറ്റും, ഡ്യൂ ടു പ്രസൻസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിക്രീസിനെയാണ് പറയുന്നത്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിക്രീസിനെ പറയുമ്പോൾ ആക്ച്വലി അതെന്താണ് സൂചിപ്പിക്കുന്നത്, അതായത് നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ടിന്റെ അഡിഷൻ അനുസരിച്ച് കുറഞ്ഞു വരികയാണ്. ആ കുറവിന്റെ എമൗണ്ടിനെ നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് നെഗറ്റീവ് ഓർ ലെസ് ദാൻ സീറോ എന്ന് പറയാൻ പറ്റും. കാരണം വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഏറ്റവും മാക്സിമം ആണ്, അത് സീറോ ആണ്. സൊല്യൂട്ട് ഇടുമ്പോൾ എന്തായാലും മാക്സിമം വാല്യൂ അഥവാ സീറോയിൽ നിന്ന് കുറവേ പോവുള്ളൂ. അപ്പോൾ ലെസ് ദാൻ സീറോ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഫോർമുലയെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഫോർമുലയെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സിസ്റ്റം. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അതിലുള്ള സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, അതായത് എമൗണ്ട് ഓഫ് ഡിക്രീസ് അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റിവിറ്റി, അതായത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ പ്ലസ് അതിലുള്ള പ്രഷർ പൊട്ടൻഷ്യൽ. ഇത് പറയാൻ കാരണം എന്താ, ഈ വാല്യൂ സീറോ ആണ്. സീറോയിൽ നിന്ന് എത്ര താഴോട്ട് പോയി ഓൺ ആഡിങ് സൊല്യൂട്ട് അത് നെഗറ്റീവ് ആണ്. ആൻഡ് ഇതേ വാല്യൂയുടെ പോസിറ്റീവ് ആയിരിക്കും ഏത്, പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പൊ ജസ്റ്റ് സൈനിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. തിയററ്റിക്കലി വൺ ആൻഡ് സെയിം തിങ് ആണ്. ആൻഡ് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, സീറോ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ കൂടെ പറയേണ്ടത്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ നമുക്ക് ഒന്നും കൂടി കാണുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്തിട്ടാലും ഇത് പഠിച്ചു വെച്ചോളാം. വാട്ടർ പൊട്ടൻഷ്യൽ എന്താണ്, മെഷർ ഓഫ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തില് എത്രത്തോളം വാട്ടറിന് ഫ്രീ എനർജി, കൈനറ്റിക് എനർജി ആയിട്ട് ഉണ്ട് പെർ യൂണിറ്റ് വോളിയം. ഇതാണ് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ആൻഡ് വാട്ടർ പൊട്ടൻഷ്യല് രണ്ട് കോമ്പണൻസ് ഉണ്ട്, ഞാനിപ്പോ പറഞ്ഞു, സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും, psi s ഉം psi p യും. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നോക്കുമ്പോൾ പ്യുവർ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ, കാരണം പ്രസൻസ് ഓഫ് നോ സൊല്യൂട്ട് ആബ്സല്യൂട്ട്ലി. അപ്പോൾ ആ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു, സ്റ്റാൻഡേർഡ് വാല്യൂ കൊടുത്തു, അതിനെയാണ് സീറോ എന്ന് വിളിച്ചത്. ഇനി സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണ്, എത്രത്തോളം ഡിക്രീസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വന്നു ടു ദ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിക്രീസ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു അഡിഷൻ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്, അതിന് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നുള്ളത്, ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി ഒന്നും കൂടി പറഞ്ഞിട്ട്, കൈനറ്റിക് എനർജിനെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ. ഇനി സൊല്യൂട്ട് അതിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ എനർജി എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു, ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോറിംഗ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ആൻഡ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയാണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വാട്ടർ പൊട്ടൻഷ്യലും സൊല്യൂട്ട് പൊട്ടൻഷ്യലും. ഇനി 13th ക്വസ്റ്റനിലേക്ക് വരികയാണെങ്കിൽ ഇതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വൈ ഇസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓൾവേസ് നെഗറ്റീവ്, ആൻഡ് ടു എക്സ്പ്ലെയിൻ psi w equals psi s plus psi p.
അപ്പൊ ഒന്നുകൂടി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പ്യുവർ വാട്ടർ ഇസ് ദ ഹയസ്റ്റ് ആണ്, അതിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു, അത് 0 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. ആൻഡ് കാരണം എന്താ, പ്യുവർ വാട്ടറിന് അൺബൗണ്ട് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ടോട്ടൽ ഹയസ്റ്റ് കൈനറ്റിക് എനർജി ആണ് കംപ്ലീറ്റ്ലി പ്യുവർ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിന് ഉള്ളത്. അതുകൊണ്ട് അതിന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുത്തു 0. ഇനി സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിക്രീസ്, ഇത് ഓൾറെഡി പറഞ്ഞതാണ്, ഡ്യൂ ടു ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്. ആൻഡ് ഈ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതായത് നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് അറൌണ്ട് ഇറ്റ് ഗെറ്റ്സ് ബൗണ്ട് ടു ദി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് കോസസ് എ ഡിക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി. അപ്പോൾ ഡിക്രീസ് ആവും കൈനറ്റിക് എനർജി, മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ അവിടെ ഒരു ഡിക്രീസ് വന്നു, കുറവ് വന്നു, ആ ലോവറിങ്ങിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. അതുകൊണ്ട് അതെങ്ങനെയാവും, ഇറ്റ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി psi w equals psi s plus psi p എന്ന് പറയുന്നത് എന്താ, psi s എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണ്, എത്രത്തോളം വാട്ടർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത്. ആൻഡ് മോർ അഡീഷൻ ഓഫ് സൊല്യൂട്ട് ലീഡ്സ് ടു മോർ നെഗറ്റിവിറ്റി ഓഫ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അത് ബേസിക് ആണ്, ഇത്രയും മനസ്സിലാക്കിയൊരാൾക്ക് മനസ്സിലാക്കാം. കൂടുതൽ സൊല്യൂട്ട് ഇടുന്നവരും ഏതാണ്, ഇപ്പോ -2 വാല്യൂയും തന്നു, നിങ്ങൾക്ക് -4 വാല്യൂയും തന്നു, ഇതിൽ ഏതിനാണ് കൂടുതൽ സൊല്യൂട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം, നെഗറ്റിവിറ്റി നോക്കണ്ട, മാഗ്നിറ്റ്യൂഡ് ഏതിനാണ് കൂടുതൽ ഡിക്രീസ് ചെയ്ത, അതായത് 0 ദൂരേക്ക് ഏറ്റവും കൂടുതൽ പോയത് ഏതാ, അതിനാണ് കൂടുതൽ അഡീഷൻ ഓഫ് സൊല്യൂട്ട് വന്നത്. അപ്പൊ ഇതിന് ഏതായിരിക്കും, -4 കൂടുതൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇറ്റ് ഗെറ്റ്സ് മോർ നെഗറ്റീവ് അല്ലെങ്കിൽ ഇറ്റ് ഡിക്രീസസ് ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻക്രീസസ്. ഇനി പ്രഷർ പൊട്ടൻഷ്യൽ എന്താണ്, ഈ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ചേഞ്ചിന്റെ മാഗ്നിറ്റ്യൂഡ് ഡ്യൂ ടു ദി മെക്കാനിക്കൽ പ്രഷർ. കാരണം ആഡ് ചെയ്ത സൊല്യൂട്ട്സിന്റെ മെക്കാനിക്കൽ പ്രഷർ ആണ്, എത്രത്തോളം ചേഞ്ച് വന്നു വാട്ടർ പൊട്ടൻഷ്യലിന്, അതൊരു മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്. ആൻഡ് ഇതിന് മുമ്പ് ടർഗർ പ്രഷർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രഷർ പൊട്ടൻഷ്യലിനും ഏത് വാല്യൂ അറ്റൈൻ ചെയ്യാൻ പറ്റും, 0 അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിയും കൂടുതൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാവും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒരു പോസിബിൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് ഓരോന്നും അറിഞ്ഞിരിക്കണം. പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ടർഗർ പ്രഷർ ഉള്ള സെൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പ്യുവർ വാട്ടറിന് എക്സ്റ്റേണലി പ്രഷർ കൊടുത്താൽ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ത് പറ്റും, ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ ഒരു സെല്ലിന്റെ ആരൊക്കെ ആയിട്ട് എഫക്ട് ചെയ്യുന്ന പറയാൻ പറ്റും, സൊല്യൂട്ട് പൊട്ടൻഷ്യലിനെയും പ്രഷർ പൊട്ടൻഷ്യലിനെയും എഫക്ട് ചെയ്യാൻ പറ്റും. അതേസമയം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് നെഗറ്റീവ്, പക്ഷെ പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. psi w വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് 14th ക്വസ്റ്റൻ, വെരി ഷോർട്ട് ആൻസർ ടൈം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ഒരു അനിയൻ പീൽ എടുത്തു ആൻഡ് അതിന് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ഒരു 5 മിനിറ്റ് ഇട്ട് കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞ് ഇതിനെ ഡിസ്റ്റിൽ വാട്ടറിൽ ഇട്ട് കൊടുത്തു. വാട്ട് സീൻ അണ്ടർ ദി മൈക്രോസ്കോപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ആൻഡ് അവർ ചോദിച്ചിരിക്കുകയാണ് എന്തായിരിക്കും എയിലത്തെയും ബിയിലത്തെയും ഒബ്സർവേഷൻ എന്തായിരിക്കും. എയിൽ നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്, സോൾട്ട് സൊല്യൂഷൻ. അതായത് ഈ സെല്ല് ഇവിടെ ഉണ്ട്, ഇവിടെ നല്ലോണം സൊല്യൂട്ട്സ് ഉണ്ട്. അപ്പൊ സൊല്യൂട്ട് കൂടുതലാണ് എന്ന് പറയുന്നത് എന്താ, വാട്ടർ മോളിക്യൂൾസ് അവിടെ കുറവാണ്. വാട്ടർ മോളിക്യൂൾസ് കുറവാണെങ്കിൽ സെല്ലിലാണ് കമ്പാരിറ്റീവ്ലി വാട്ടർ മോളിക്യൂൾസ് കൂടുതൽ. അപ്പൊ വാട്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും, പുറത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം പുറത്തെ സിസ്റ്റത്തിൽ സൊല്യൂട്ട് ആണ് കൂടുതൽ, വാട്ടർ കുറവായതുകൊണ്ട്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെല്ലിന് എന്ത് സംഭവിക്കുന്നു, സെൽ ഷ്രിങ്കേജ് നടക്കും. ഹൈപ്പർടോണിക് സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയില് ഷ്രിങ്കേജ് കാണാന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡിൽ ഡിസ്റ്റിൽ വാട്ടറിൽ ഇട്ടപ്പോ എന്ത് പറ്റും, അതായത് നമ്മുടെ ഷ്രിങ്ക് ആയി. ഇത് ആണ് പ്രോട്ടോപ്ലാസം അവേ ഫ്രം ദ സെൽ വാൾ കംപ്ലീറ്റ്ലി ഷ്രിങ്ക്. ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇടുമ്പോ അപ്പൊ എന്ത് പറ്റും, പുറത്തുനിന്ന് വാട്ടർ ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. ഡിസ്റ്റിൽ വാട്ടറിന് ഉള്ളിലോട്ട്
വാട്ടർ വരാൻ തുടങ്ങുമ്പോൾ അതിന് എന്ത് ചേഞ്ച് സംഭവിക്കും? അതിന്റെ ടേർജിഡിറ്റി, അതായത് ഇവിടെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ത് പറ്റും? അബ്സോർപ്ഷൻ കൂടുന്നു. ആൻഡ് ടേർജിഡ്, നമുക്ക് റീഗെയിനിങ് ടേർജിഡിറ്റി എന്ന് പറയും. റീഗെയിൻസ് ഇറ്റ്സ് ടേർജിഡിറ്റി, പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോവാണ്. ആൻഡ് എന്തും കൂടി സംഭവിക്കും? ഡീപ്ലാസ്മോലൈസിസ്. ഈ പ്രോട്ടോപ്ലാസം ഷ്രിങ്കേജ് അവേ ഫ്രം ദ സെൽ വാളിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്ലാസ്മോലൈസിസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ റിവേഴ്സ് നടക്കാണ്ട് ഡീപ്ലാസ്മോലൈസിസ്. അപ്പൊ ഈ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടിട്ട് പിന്നെ ഡിസ്റ്റിൽ വാട്ടറിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഹൈപ്പോടോണിക് സൊല്യൂഷനിലേക്ക് ഇടാം എന്നുള്ളതൊക്കെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എയിൽ എന്താണ് നമ്മൾ കണ്ടത്? ഒനിയൻ പീല് വാട്ടർ പുറത്തോട്ട് പോകും, കാരണം പുറത്തോട്ട് സോൾട്ട് കോൺസെൻട്രേഷൻ അത്രയും കൂടുതലാണ്. അപ്പൊ ഷ്രങ്ക് സെൽസ് ആയിരിക്കും മൈക്രോസ്കോപ്പിൽ കാണും. പീല് ഡിസ്റ്റൽ അനിയൻ സെൽസ് വാട്ടർ ബിക്കോസ് ഓഫ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. ഇനി ഹൈപ്പർടോണിക് ഇൻസൈഡ്. അതുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? ഷ്രിങ്കേജ് നടന്ന് അത് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സോസ്മോസിസ് നടക്കും ഇൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. കണ്ടിന്യൂസ് എക്സോസ്മോസിസ് നടന്ന് എന്ത് പറ്റും? ഫ്ലാസിഡ് ആവും ആൻഡ് ഫൈനലി പ്ലാസ്മോലൈസിസ് സംഭവിക്കും. അപ്പൊ എയിൽ എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഷ്രങ്കൻ സെൽസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് സെൽ മെംബ്രെയിനും ബാക്കിയുള്ള കണ്ടന്റ്സും, അതായത് ടോട്ടൽ പ്രോട്ടോപ്ലാസം ഇസ് വിഡ്രോൺ ഫ്രം ദി സെൽ വാൾ. ഞാൻ ഇതിൽ കാണിച്ചു പോലെ ഈ പ്രോട്ടോപ്ലാസം ഇസ് വിഡ്രോൺ ഫ്രം ദി സെൽ വാൾ, അങ്ങനെ ഉള്ളിലോട്ട് ചുരുങ്ങി ഷ്രങ്ക് ആയി പോയി. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഡിസ്റ്റിൽ വാട്ടർ ഇവിടെ ആക്ട് ചെയ്യുന്നത്. സെയിം ഫംഗ്ഷൻ. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? ഇപ്പൊ കൂടുതലാണ് ദാൻ ഇൻസൈഡ് ദി അനിയൻ പീലിന്റെ സെൽ. അപ്പൊ എന്ത് പറ്റും? വാട്ടർ എന്റേഴ്സ് ദി സെൽ, സെൽ ടേർജിഡ് ആവാൻ തുടങ്ങും. ആൻഡ് റിക്കവറി ഓഫ് ദി പ്ലാസ്മോലൈസ്ഡ് സെല്ലിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡി പ്ലാസ്മോലൈസിസ്. അപ്പൊ ബിയില് നമുക്ക് ടേർജിഡ് ആയിട്ടുള്ള സെല്ല് കാണാൻ പറ്റും. ഇത് റിവേഴ്സ് ആയി എങ്ങനെ പറ്റും? നമ്മൾ പ്രോട്ടോപ്ലാസം നോർമൽ ഉള്ള സ്ഥലത്തേക്ക് എത്തി, അതായത് ഷ്രിങ്കേജ് ഒക്കെ മാറി ഡീപ്ലാസ്മോലൈസിസ് സംഭവിച്ച ഒരു സെല്ല് നമുക്ക് കാണാൻ പറ്റും. വിത്ത് നോ സ്പേസ് ബിറ്റ്വീൻ ദി സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. ഇവിടെ നമുക്ക് സ്പേസ് കണ്ടിരുന്നു, എന്താ? ഷ്രിങ്കേജ് നടക്കുന്നുണ്ട് പ്രോട്ടോപ്ലാസത്തിന്റെ. അതുകൊണ്ട് ഷ്രിവൽഡ് അല്ലെങ്കിൽ ഷ്രങ്കൻ അല്ലെങ്കിൽ പ്ലാസ്മോലൈസ്ഡ് സെൽ എന്ന് പറയാം. ഇവിടെ നമുക്ക് സെക്കൻഡ് കേസിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ എൻഡോസ്മോസിസ് നടന്ന് ഡീപ്ലാസ്മോലൈസ്ഡ് സെല്ലിൽ നമുക്ക് കാണാം. ഇനി 15% ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ പാത്വേസ് ഓഫ് വാട്ടർ മൂവ്മെന്റ് വിച്ച് ഓഫ് ദീസ് വുഡ് നീഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്താണ്, സിംപ്ലാസ്റ്റ് പാത്വേ എന്താണ്, ഇത് എവിടെയാണ് കോണ്ടെക്സ്റ്റിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ പഠിക്കാൻ നോക്കുമ്പോൾ, അതായത് റൂട്ട്സ് വാട്ടർ അബ്സോർബ് ചെയ്യാണ്. അപ്പൊ ആ അബ്സോർപ്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 വേസിലാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട്സ് നടക്കുന്നത്. ഈ വേസ് എന്തൊക്കെയാണ്? ഒന്ന് ആക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ, 2 പാസീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ. ഇനി ആക്റ്റീവ് അബ്സോർപ്ഷൻ എന്ത് സംഭവിക്കും? നമ്മുടെ വാട്ടർ ആദ്യം എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? സെല്ലിന്റെ സാപ്പ് അല്ലെങ്കിൽ സെല്ലിന്റെ മെയിൻ കമ്പാർട്ട്മെന്റിലേക്ക് എൻ്റർ ചെയ്യും. അതായത് സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റിന്റെ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് പാസ്ഡ് ഫ്രം ഒരു സെല്ലിന് അടുത്ത സെല്ലിലേക്ക് കൈമാറി വരും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്, അതായത് നമ്മൾ ടോട്ടൽ പ്രോട്ടോപ്ലാസം ഇസ് ഇൻവോൾവ്, അതായത് ഒരു സെല്ലുണ്ട്, ആ സെല്ല് വെള്ളം വലിച്ചെടുത്തു, എന്നിട്ട് കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് എത്തി നമ്മുടെ വാട്ടർ. ഇനി ഈ സെല്ല് ഇതിന്റെ അടുത്ത സെല്ലിലേക്ക് കംപ്ലീറ്റ്ലി കൊടുക്കാണ് ഈ വാട്ടറിനെ. അപ്പൊ കംപ്ലീറ്റ് പ്രോട്ടോപ്ലാസ്റ്റിന്റെ അക്രോസ് ഇത് നമ്മൾ വാട്ടർ സെൽ ടു സെൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ സിംപ്ലാസ്റ്റ്, ഈ ടേം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പാസീവ്ലി നടക്കുന്നത്. എങ്ങനെയാണ്? പാസീവ് അബ്സോർപ്ഷന്റെ സമയത്ത് ഒരു സെല്ലിൽ അപ്പോയിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ സെൽ വാളും ആൻഡ് മേ ബി ഇന്റർ സെല്ലുലാർ സ്പേസ്. അപ്പൊ ഇതാണ് സെൽ വാൾ, ഇതാണ് അടുത്ത സെല്ലെങ്കിൽ സിംപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു, വിത്ത് ത്രൂ ദ സെൽ, അതായത് കംപ്ലീറ്റ്ലി പ്രോട്ടോപ്ലാസത്തിലൂടെ
വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോപ്ലാസ്റ്റ് എങ്ങനെയാണ്, സെൽ വാളും ഈ ഇന്റർ സെല്ലുലാർ ബിറ്റ്വീൻ ദ സെൽസിലുള്ള സ്പേസും മാത്രം ഇൻവോൾവ് ആയിട്ട് ഇത് ഇങ്ങനെ വരും. അല്ലാണ്ട് ഇങ്ങനെ ഡയറക്ട്ലി ക്രോസ് ചെയ്യില്ല, നമ്മുടെ സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റിലേക്ക് കൂടി വരില്ല. അതിന് നമ്മൾ അപ്പോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഓൺലി ഇൻക്ലൂഡിങ് എന്തെന്ന് പറയാൻ പറ്റും, സെൽ വാൾ ആൻഡ് ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇനി അപ്പൊ എന്ത് മനസ്സിലായി, ഈ അപ്പോപ്ലാസ്റ്റും സിംപ്ലാസ്റ്റ് പാത്വേ എന്ന് പറഞ്ഞ രണ്ട് സെപ്പറേറ്റ് പാത്വേ ആണ്. ആൻഡ് ഈ പാത്വേ എന്തിന്റെ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, ത്രൂ ദ ഡ്യൂറിങ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ത്രൂ ദി റൂട്ട്, അല്ലെങ്കിൽ വയ റൂട്ട് ഹെയർ. അതായത് റൂട്ട് ഹെയർ എന്ന് പതുക്കെ റൂട്ടിന്റെ കോട്ടക്സിലേക്ക് ആൻഡ് സൈലത്തിലേക്ക്, കാരണം അത് സൈലമാണ് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽസ് ആൻഡ് വാട്ടർ നോക്കി നടത്തുന്നത്. ആൻഡ് ഈ റൂട്ട് എങ്ങനെയാണ്, ഐദർ നമുക്ക് ഒരു പ്ലാന്റ് എടുത്തു നോക്കിയാൽ ആക്റ്റീവ്ലിയും പാസീവ്ലി സിംപ്ലാസ്റ്റ് ആൻഡ് അപ്പോപ്ലാസ്റ്റ് റെസ്പെക്റ്റീവ്ലി അവരെങ്ങനെയാണ് സൈമൾട്ടേനിയസ്ലി ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ആയിട്ട് നടക്കാം. അപ്പോൾ ഇത്തരം മൂവ്മെന്റിനെയാണ് നമ്മൾ രണ്ടു തരം മൂവ്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് ചോദിച്ചിരിക്കുമ്പോൾ അപ്പോപ്ലാസ്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, ഇന്റർ സെല്ലുലാർ സ്പേസും സെൽ വാളും മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. പക്ഷെ സിംപ്ലാസ്റ്റിൽ എങ്ങനെയാണ്, പ്രോട്ടോപ്ലാസം കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് പാർട്ട് നോക്കുകയാണെങ്കിൽ നോൺ ലിവിങ് പാർട്ട് മാത്രമേ അപ്പോപ്ലാസ്റ്റിലുള്ളൂ. പക്ഷെ പ്രോട്ടോപ്ലാസം ബീങ് ലിവിങ് അതും ഇൻവോൾവ് ആവുന്നുണ്ട് ഇൻ സിംപ്ലാസ്റ്റ്. ഇനി റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോപ്ലാസ്റ്റിക് ആണ് ഫാസ്റ്റ്. കാരണം എന്താ, നമ്മുടെ ഡെഡിലെ കൂടി ഡെഡ് നോൺ ലിവിങ് പാർട്സിലെ കൂടി വേഗം വരാം, അല്ലാണ്ട് ത്രൂ ദി സെൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സിംപ്ലാസ്റ്റിക് പാത്വേ സ്ലോവർ ആണ് ദാൻ ദി അപ്പോപ്ലാസ്റ്റിക് പാത്വേ. കാരണം എന്താ, സെൽ മെംബ്രെയിൻ ഒക്കെ കടന്ന് പ്രോട്ടോപ്ലാസ്റ്റിലെത്തി അഗെയിൻ എല്ലാം ട്രാവേഴ്സ് ചെയ്ത് അക്രോസ് ദി സെൽ മെംബ്രെയിനും സെൽ വാളൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. ഇനി മെറ്റബോളിക് സ്റ്റേറ്റ് എങ്ങനെയാണ്, ആ സെല്ലിന്റെ മെറ്റബോളിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ എങ്ങനെയാണെങ്കിലും വാട്ടർ മൂവ്മെന്റിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സിംപ്ലാസ്റ്റിൽ എങ്ങനെയാണ്, മെറ്റബോളിക് സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്യും. കാരണം എന്താ, മെറ്റബോളിസം സെല്ലിന്റെ നടക്കുന്ന പ്രോട്ടോപ്ലാസ്റ്റിലാണ്. ത്രൂ ദി പ്രോട്ടോപ്ലാസം നമ്മൾ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ മെറ്റബോളിക് സ്റ്റേറ്റ് ഒബ്വിയസ്ലി ഇന്റർഫിയർ ചെയ്യും. ഇനി ട്രാൻസ്പോർട്ടേഷൻ, മോർ അയൺസ് ആൻഡ് വാട്ടർ ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ അപ്പോപ്ലാസ്റ്റിക് പാത്വേ ഇൻ ദി കോർട്ടെക്സ്. പക്ഷെ എങ്ങനെയാണ്, ബിയോണ്ട് ദി കോർട്ടെക്സ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് പാർട്സ് നമ്മൾ അനാറ്റമിയിൽ പഠിച്ചാണ്, അതിൽ ബിയോണ്ട് ദി കോർട്ടെക്സ് റീജിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വാട്ടർ ആൻഡ് അയൺസ് മെയിൻലി ഏത് പാത്വേയിൽ കൂടിയാണ് പോകുന്നത്, സിംപ്ലാസ്റ്റ് പാത്വേയിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ഡിഫറൻസ്, അപ്പോപ്ലാസ്റ്റിന്റെയും സിംപ്ലാസ്റ്റിന്റെയും ഡിഫറൻസസ്. അപ്പൊ കീ ടേംസ് എന്ന് പറയാണ്, അപ്പോപ്ലാസ്റ്റ് നോൺ ലിവിങ് പാർട്സിലേക്ക് കൂടിയാണ് പോവുക. പാസേജ് വേ എന്താണ്, സെൽ വാൾസും ഇന്റർ സെല്ലുലാർ സ്പേസും. അതുകൊണ്ട് ഡെഡ് ഏരിയ നോൺ ലിവിങ് പാർട്ടിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് മെറ്റബോളിക് എഫക്റ്റ് ഒന്നും ഇതിനെ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷെ സിംപ്ലാസ്റ്റ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്, ലിവിങ് പാർട്ടാണ് ആൻഡ് പ്രോട്ടോപ്ലാസത്തിലേക്ക് കൂടിയാണ് കണക്റ്റഡ് ആവുന്നത് ബൈ പ്ലാസ്മോഡെസ്മേറ്റ ആൻഡ് അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. പക്ഷെ അപ്പോപ്ലാസ്റ്റ് എങ്ങനെയാണ്, ഒരു പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. 15th ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോൾവ് ചെയ്തു. ബാക്കിയുള്ള സൊല്യൂഷൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യും. 16th ക്വസ്റ്റ്യൻ വെരി ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ, നമ്മൾ നാളെ പഠിക്കുകയായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.